ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹോസ്പിറ്റലിലെ വിശേഷമാണ്. അമ്മയും കൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയുടെ കാലിലൊരു തടിപ്പ് പോലെ വന്നതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെന്തായാലും സർജറി ചെയ്ത് മാറ്റിയേ പറ്റൂ, എന്തായാലും അടുത്ത ദിവസം നിങ്ങളൊന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം രാവിലെ തന്നെ പെട്ടിയും കിടക്കയും ബാഗും ഒക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ റൂമിൻ്റെ ആർഭാടം ഒട്ടും നമ്മളും അവരും കുറച്ചിട്ടില്ല. 3 ബെഡൊക്കെ ഉണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ റൂം. രോഗിക്ക് കിടക്കാനുള്ളൊരു ബെഡ് പോയിട്ട് ബൈസ്റ്റാൻഡറിന് വേണ്ടി 2 ബെഡുണ്ട്. അപ്പോൾ നമ്മുടെ വിൻഡോ ഇതാണ്. അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ ടി വി ഇട്ടിട്ട്, ടി വി ഒക്കെ ഉണ്ട്, ഫോണൊക്കെ ഉണ്ട്. ടി വി ഇട്ടിട്ട് ഞാൻ കിടപ്പായി. നീ എന്താ വീട്ടിൽ നിന്ന് കിടന്നിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സൗണ്ട് കേട്ടാലേ മനസ്സിലാവും എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു ആ സമയത്ത്. തലേദിവസം ജലദോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഗുളിക കഴിച്ചിട്ട് പിറ്റേ ദിവസം എണീച്ച് ആശുപത്രി പോയി ഇങ്ങനെ കഞ്ചാവ് അടിച്ചത് പോലെയാണ് ഞാൻ നിന്നത്. അതുകൊണ്ട് തന്നെ റൂം കിട്ടിയ പാടെ ഞാൻ കയറി കിടന്നു. അപ്പോൾ ഇതാണ് അമ്മയുടെ കാല്. ഈ കാലിൻ്റെ ഇവിടെ ആയിട്ടാണ് ചെറിയൊരു കീറൽ ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേഴ്സ് വന്ന് ട്രിപ്പൊക്കെ കൊടുത്ത് പോയി കുറേ നേരം വായി നോക്കി അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ചോറൊക്കെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ കെട്ടിപ്പൊതിഞ്ഞിട്ട് വന്ന് ചോറും മീൻകറി തോരൻ അവിയലെല്ലാം കഴിച്ചു. വെട്ട സിനിമയൊക്കെ കണ്ടാണ് ഞാൻ കഴിച്ചത്. അതിന് ശേഷം വീണ്ടും ഒരു ഉറക്കം. എൻ്റെ ബാക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത് പറ. എത്രയൊക്കെ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചാലും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോഴപ്പോഴും അവർ ഓരോ ടെസ്റ്റിനായിട്ട് വന്ന് വിളിച്ചു കേട്ടോ, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എന്താ പുത്രി എഴുന്നള്ളിയിട്ടുണ്ട്. പുത്രിയും പുത്രിയുടെ അച്ഛനും കൂടെ. അതാണ് ഞാൻ പറഞ്ഞ ഫോൺ. അതിൽ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. പിന്നെ കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നതിന് ശേഷം രാത്രി വീട്ടിലോട്ട് വന്ന് എനിക്ക് കൊച്ചുള്ളതുകൊണ്ട് തന്നെ മോർണിംഗ് ഡ്യൂട്ടിയും അതിന് ശേഷം ചേച്ചിക്ക് ജോലിയുള്ളതുകൊണ്ട് ചേച്ചി നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.